വയസ്സിൽ ടൈപ്പ് 1 പ്രമേഹം സ്ഥിരീകരിച്ചു. 17-ാം വയസ്സിൽ ഇന്നിപ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ പമ്പുമായി ജീവിതം. കടുത്ത പ്രമേഹത്തിനിടയിലും നൃത്തത്തെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു കലാകാരിയെ പരിചയപ്പെടാം. പത്തനംതിട്ട കൂരമ്പാല സ്വദേശി സുനു സാബു തന്റെ കഥകളി അരങ്ങേറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. നൃത്തമെന്നാൽ സുനു സാബുവിന് ജീവനാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടൈപ്പ് 1 പ്രമേഹമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. 3-ാം ക്ലാസ്സിലായപ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ പമ്പ് ഘടിപ്പിച്ചു. 3-ാം ക്ലാസ് മുതൽ തന്നെ നൃത്ത പഠനം തുടങ്ങി. ഇന്നിപ്പോൾ BSc സൈക്കോളജി 1-ാം വർഷ വിദ്യാർത്ഥിനിയാണ് സുനു. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, നാടോടി നൃത്തം ഇനങ്ങളിൽ നേടിയ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളുമാണ് വീട്ടിലെ ഷെൽഫ് നിറയെ. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആത്മവിശ്വാസം കൈവിടരുത് സുനു പറയുന്നു. ഇതുകൊണ്ട് ഭയക്കരുത്, ഇതുകൊണ്ട് നിർത്തരുത്, മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കണം. പിന്നെ ഇത് വീക്ക്നെസ് ആയിട്ട് എടുക്കരുത്, ഇത് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് എടുക്കണം. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കൂ. അരങ്ങേറ്റത്തോടുകൂടെ നിർത്താതെ മുന്നോട്ട് കഥകളി തുടരണം തന്നെയാണ് ഞങ്ങൾ എല്ലാവർക്കും അത് തന്നെയാണ് ആഗ്രഹം. ഞങ്ങളിപ്പോൾ 18 പേര് നാളെ അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. കഥകളി കലാകാരൻ പന്തളം ഉണ്ണികൃഷ്ണന്റെ ശിക്ഷണത്തിൽ പന്തളം കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ കഥകളി കളരിയിലാണ് സുനുവിന്റെ പരിശീലനം. സുനു ഉൾപ്പെടെ 18 പേരാണ് കഥകളിയിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത്. നൃത്തത്തിനിടയിൽ പ്രമേഹം വില്ലനാകാറുണ്ട്. ആ സാഹചര്യം തരണം ചെയ്യാനുള്ള മനോധൈര്യം തനിക്കുണ്ട്. ശരീരത്തിൽ ഇൻസുലിൻ പമ്പുള്ളതുകൊണ്ട് ആശങ്കയില്ലെന്നും സുനു പറയുന്നു. ഏതൊരു അസുഖമാണെങ്കിലും അതിനെ നമ്മൾ സ്ട്രെങ്ത് ആക്കി എടുക്കുക. അത് നമ്മുടെ വീക്ക്നെസ് ആണെന്ന് പറയാതെ അത് നമ്മുടെ സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും. അച്ഛൻ സാബു, അമ്മ അനു, സഹോദരങ്ങൾ, സഹപാഠികൾ, അധ്യാപകർ എല്ലാവരും വലിയ പിന്തുണയാണ് സുനുവിന് നൽകുന്നത്. തിരുവനന്തപുരത്ത് നടന്ന കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം ഇനങ്ങളിൽ സുനു പങ്കെടുത്തിരുന്നു. കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ കഥകളി കളരിയിൽ സുനുവിന്റെ നൃത്തജീവിതം തുടരുകയാണ്. ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമാണ് ഈ വിദ്യാർത്ഥിനി. തന്റെ കഥകളി അരങ്ങേറ്റത്തെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സുനു സാബു കാണുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട. ഓൾ ദി ബെസ്റ്റ് സുനു. പ്രതിസന്ധിയിൽ പതറാതെ മുന്നോട്ട് പോകാൻ ഇതുപോലെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്കും അതൊരു പ്രചോദനമായി മാറണം. അതിൽ നിന്നൊക്കെ ഊർജ്ജം അങ്ങോട്ട് എടുക്കണമെന്നേ.